Hey guys, welcome back to another video. So ഞാൻ ഇന്ന് കുറച്ച് Draceana plants കളക്ട് ചെയ്യാൻ പോവാണ്. Draceana plants എന്ന് പറയുമ്പോൾ shrub varieties ആണ്. Shrub varieties എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കം കുറഞ്ഞ plants. പിന്നെ ഇത് രണ്ട് ടൈപ്സ് ആണുള്ളത്. Tree like Draceanയും rhizomatous Draceanയും. ഇപ്പോൾ ഇതൊരു tree like Draceana ആണ്. Dracaena മഹാത്മയുടെ ഒരു വെറൈറ്റി ആണിത്. പക്ഷേ ഇതിന്റെ സയന്റിഫിക് നെയിം കറക്റ്റ് ആയിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ഒരു റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാനിത് ആക്ച്വലി ഇങ്ങനെ വീട്ടിൻ്റെ മുന്നിലൊക്കെയാണ് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. എങ്ങനെയോ ഇവിടെ പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒടിച്ചെടുക്കുവാണ്. ഇതേ അടുത്ത് തന്നെ സെലാജിനെല്ല മോസൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഈ പ്ലാന്റ് ആണ്. ഇവിടെ വേറെ ഒന്നും കൂടെ നിൽപ്പുണ്ട്, ഒന്നും എടുക്കുന്നില്ല. അതിൻ്റെ അടുത്ത് ഇതേ നിൽക്കുന്നതും Draceana മഹാത്മയുടെ ഒരു വെറൈറ്റി ആണ്. ഇതിൻ്റെ സയന്റിഫിക് നെയിം വരുമ്പോൾ കോർഡിലൈൻ ഫ്രൂട്ടിക്കോസ എന്നാണ്. ഇവിടെ നിന്ന് എനിക്കിത് ഈ രണ്ട് ടൈപ്പാണ് കിട്ടിയത്. ഇത് രണ്ടും ട്രീ ലൈക്ക് Draceanas ആണ് കേട്ടോ. ഇതിൽ ഈ ഗ്രീൻ ഡ്രൈ കളർ Draceanയും ഇതൊരു ബൈ കളർ Draceanയാണ്. അടുത്ത് ഇതേ ഈ റോഡിൻ്റെ സൈഡിൽ വേറൊരു Draceanയുടെ ടൈപ്പ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് Dracaena fragrans എന്നാണ്. ഇതുമാതിരിയുള്ള Draceana പറയുന്ന പേരാണ് rhizomatous Dracaena. ഇതൊരു കോമൺ ആയിട്ടുള്ള Draceanയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. ഇതിലിങ്ങനെ ഒരുപാട് കളർ വേരിയേഷൻസ് ഒക്കെ വന്നിട്ട് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ലക്കി ബാംബൂൻ്റെ ലീഫിൻ്റെയും സ്റ്റെമ്മിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെമ്മും ലീഫൊക്കെ വരുന്നത്. ഇത് മണ്ണിൽ വെച്ചാലും വെള്ളത്തിൽ വെച്ചാലും പെട്ടെന്ന് വേര് പിടിച്ച് പെട്ടെന്ന് വളരുന്നില്ല. ഒരുപാട് ഇലകളൊന്നും പെട്ടെന്ന് വരില്ല. സ്ലോ ഗ്രോത്ത് ആണ് Draceanയ്ക്കുള്ളത്. പക്ഷെ വേരൊക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടും. ഇതിനിങ്ങനെ ബ്രാഞ്ചസ് വരില്ല. പക്ഷെ മണ്ണ് കിട്ടുന്നിടത്തുനിന്ന് നോഡിന്ന് പുതിയ തൈ പോലെ ഇളകി വരുവാണ് ചെയ്യുന്നത്. അടുത്ത് ഇതേ ഒരു ട്രൈക്കളർ Draceanയുടെ അടുത്താണ് എത്തിയത്. ഇതിൻ്റെ സയന്റിഫിക് നെയിം വന്നിട്ട് Dracaena marginata എന്നാണ്. അല്ലെങ്കിൽ ഇതിനെ മഡഗാസ്കർ ഡ്രാഗൺ ട്രീ എന്നൊക്കെ പറയും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത്. ഇതിലും സ്റ്റെം പ്രൊപ്പഗേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിന് സ്റ്റെം എടുക്കാം. പിന്നെ ഇത് പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്റ്റെം ഒന്ന് 45 ഡിഗ്രി ആംഗിളിൽ മുറിച്ചു കൊടുത്തിട്ട് നട്ടാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഇതുപോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചാലും മതി, പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. എന്നിട്ട് മണ്ണിലേക്ക് മാറ്റിയാലും മതി. ഇത് വേറൊരു ടൈപ്പ് rhizomatous Draceana ആണ്. ഇതിൻ്റെ പേര് വന്നിട്ട് Dracaena reflex എന്ന് വരും. ഇതിനെ ഞാൻ മേടിച്ചൊന്നുമല്ല, ഇതുപോലെ എവിടെ നിൽക്കോ പറിച്ച് നട്ടു വച്ചേക്കുന്നതാണ്. Draceana പ്ലാന്റ്സിനെ ഇങ്ങനെ വീട്ടിൽ വെക്കൽ കാണില്ല. ഈ പ്ലാന്റിന് മാത്രമേ ഞാൻ വെച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷേ എല്ലാ Draceana പ്ലാന്റ്സിനെയും നമുക്ക് വീട്ടിൽ വെക്കാൻ കഴിയും. നല്ല ലോ ലൈറ്റ് കണ്ടീഷൻസിൽ പോലും ത്രൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഇങ്ങനെ വേരൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല പുഷിയായിട്ടൊരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും Draceana പ്ലാന്റ്സ് എല്ലാം. ഈ Draceana പ്ലാന്റ്സും അതുപോലെ തന്നെ ക്രോട്ടൺ പ്ലാന്റ്സും എല്ലാം നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രത്യേകത. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് എനിക്ക് 4 വെറൈറ്റീസ് ഓഫ് Draceanയാണ് കിട്ടിയത്. നിങ്ങളുടെ എല്ലാം വീട്ടിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.